അല്ല, ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴൊക്കെ മഹിയേട്ടൻ എന്നോട് പറഞ്ഞതല്ലേ മഹിയേട്ടന് മറ്റാരെയോ ഇഷ്ടമാണെന്ന്. അതെന്തായാലും ഇവളായിരിക്കുമല്ലോ. അവൾ അവനോട് മറുപടി പറഞ്ഞു. അതിന് മഹി തിരികെ ഒന്നും അവളോട് പറഞ്ഞില്ല. മഹിയേട്ടൻ ഇനിയും അവളുടെ പുറകെ നാണം കെട്ട് നടക്കേണ്ട എന്ന് കരുതിയിട്ടാ ഞാനീ പറയുന്നത്. എന്തിനാ ഇങ്ങനെ അവളുടെ പുറകെ നടന്ന് ചെരുപ്പ് തേയുന്നത്? അവൾ ഒരിക്കലും മഹിയേട്ടനെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. അല്ലെങ്കിലും മറ്റൊരാളെ പ്രേമിക്കുന്ന അവളെങ്ങനെയാ മഹിയേട്ടനെ ഇഷ്ടപ്പെടുന്നത്? അവൾ ഇനി അവൻ്റെ കൂടെ കിടന്നിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരുത്തിയെ കിട്ടിയിട്ട് എന്തിനാ മഹിയേട്ടാ? അവൾ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. ദേ, ഇതൊരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ ഒന്നും ചെയ്യാത്തത്. ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കൈയുടെ ചൂട് നീ അറിഞ്ഞേനെ. ഇനി ഒരു തവണ കൂടി എൻ്റെ പെണ്ണിനെ പറ്റി അപവാദം പറഞ്ഞാലുണ്ടല്ലോ, അവൾ ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇനി ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനാണ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞതുണ്ടാക്കുന്നതെങ്കിൽ നിൻ്റെ നാവ് തെയ്യത്തേ ഉള്ളൂ. അതുകൊണ്ട് ഈ അടവൊക്കെ അങ്ങ് മാറ്റിക്കോ. കഴിക്കാൻ വന്നതാണെങ്കിൽ കഴിച്ചിട്ട് പോയാൽ മതി. എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതിന് ശേഷം പാഴ്സലും വാങ്ങി അവിടെ നിന്നും പോകാൻ തുടങ്ങി. പിന്നെ എന്തോ ഓർത്തതുപോലെ ഒന്ന് നിന്നു. തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെയും ആരുവിൻ്റെയും വിവാഹമാണ് അടുത്ത ആഴ്ച. എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ടുള്ള വിവാഹം. ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞാൽ ഞങ്ങൾ പരസ്പരം തീരുമാനമെടുത്ത വിവാഹം. നീയും നിൻ്റെ അച്ഛനും ഒരിക്കൽ എന്നെ വെല്ലുവിളിച്ചത് ഓർമ്മയുണ്ടോ? അവൾ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല എന്ന്, അംഗീകരിക്കില്ലെന്ന്. എന്നാൽ അതൊക്കെ ഞാൻ തിരുത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്ന് ക്ഷണക്കത്ത് തന്ന് അച്ഛനെയും മോളെയും വിളിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. യാദൃശികമായിട്ടാണെങ്കിൽ പോലും നിന്നെ ഇവിടെ വെച്ച് കണ്ടതുകൊണ്ട് പറയുക. ഞങ്ങളുടെ വിവാഹത്തിന് തടസ്സമായിട്ട് നിൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും നിഴൽ പോലും അവിടേക്ക് വരരുത്. അവൻ കൈ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി. എന്താ എന്താ പറഞ്ഞത്? സംശയം മാറാത്തതുപോലെ അവൾ അവനോട് ചോദിച്ചു. അവർ തമ്മിലുള്ള വിവാഹം നടക്കാൻ പോവുകയാണെന്ന്. അവൾക്കത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അത്രയും ദേഷ്യമുള്ള അവൾക്ക് എങ്ങനെയാണ് മഹിയെ വിവാഹം കഴിക്കാൻ സാധിക്കുന്നത് എന്നുള്ള സംശയമായിരുന്നു അവൾക്ക്. ഞാൻ മലയാളത്തിൽ തന്നെയല്ലേ നിന്നോടിപ്പോൾ പറഞ്ഞത്? എൻ്റെയും ആരോഹിയുടെയും വിവാഹമാണ് അടുത്ത ആഴ്ച. എല്ലാം പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് ഒരുപാട് പേരെയൊന്നും ക്ഷണിക്കുന്നില്ല. ക്ഷണിക്കാത്തൊരു ലിസ്റ്റ് ഉണ്ട്. അതിലാണ് നിൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും പേരും. അതുകൊണ്ടാണ് പറഞ്ഞത് നിൻ്റെ ഒന്നും നിഴൽവട്ടം പോലും അവിടേക്ക് വരരുതെന്ന്. അവൻ തിരികെ പുച്ഛത്തോടെ പറഞ്ഞിട്ട് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും പോയി. ഇല്ല ഇല്ല മഹിയേട്ടാ, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വിവാഹം നടക്കില്ല. അവൾ ദേഷ്യത്തോടെയും അമർഷത്തോടെയും മനസ്സിൽ പറഞ്ഞു. എന്താ നിത്യ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ വല്ലാതെ നിൽക്കുന്നത് കണ്ടതും അവളുടെ ഫ്രണ്ട്സ് അവളോട് ചോദിച്ചു. ഏയ് നത്തിങ്, ഇത് എനിക്കും എൻ്റെ അച്ഛനും ഡീല് ചെയ്യാവുന്നത് കേസേ ഉള്ളൂ. അവൾ പുച്ഛത്തോടെ പറഞ്ഞതിന് ശേഷം വീണ്ടും അവരോടൊപ്പം പോയി. ദേഷ്യത്തോടെയാണ് അവൾ തിരികെ വീട്ടിലേക്ക് വന്നത്. റൂമിൽ കയറി ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നപ്പോഴാണ് ഡോറിൽ ആരോ മുട്ടുന്ന പോലെ ശബ്ദം കേട്ടത്. മഹിയോട് സംസാരിച്ചതിൻ്റെ ദേഷ്യം മാറാതെ തന്നെ അവൾ വന്ന് കതക് തുറന്നു. മുൻപിൽ നിൽക്കുന്ന നിരഞ്ജനയെ കണ്ടതും അവൾ സംശയത്തോടെ നിരഞ്ജനയുടെ മുഖത്തേക്ക് നോക്കി. എന്താടി കാര്യം? അവൾ ഗൗരവം കൈവിടാതെ അവളോട് ചോദിച്ചു. ചേച്ചി തിരക്കിലാണോ? അവളും സംശയത്തോട് ചോദിച്ചു. ഞാൻ പോയിട്ടിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഫ്രഷ് ആകണം. അവൾ നിരഞ്ജനയുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം. അതും പറഞ്ഞ് നിരഞ്ജന അവിടെ നിന്നും പോകാൻ തുടങ്ങി. നീരു, അവൾ വിളിച്ചതും നിരഞ്ജന ഒന്ന് നിന്നു. നിനക്ക് ആവശ്യമൊന്നുമില്ലാതെ എൻ്റെ മുറിയിലേക്ക് വരില്ല എന്നറിയാം. അതുകൊണ്ട് നീ വന്ന കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. അവൾ നിരഞ്ജനയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് നിധി ചേച്ചിക്ക് അറിയാവുന്നതല്ലേ എനിക്ക് ദക്ഷേട്ടനെ ഇഷ്ടമാണെന്ന്. അവൾ ചോദിച്ചതും നിത്യ കൈകൾ മാറിൽ കെട്ടി അവൾ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള അർത്ഥത്തിൽ നിന്നു. എനിക്ക് മാത്രമല്ലല്ലോ, അച്ഛനും അതറിയാം. അച്ഛൻ അതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിരഞ്ജന സംശയത്തോടെ അവളോട് തിരികെ ചോദിച്ചു. ചേച്ചി പറഞ്ഞ അച്ഛൻ സമ്മതിക്കും. അതിന് നിരഞ്ജന അവളെ നോക്കി മറുപടി പറഞ്ഞു. അത് സമ്മതിക്കും. അവൾ വലിയ ക്രെഡിറ്റോടുകൂടി നിരഞ്ജനയോടും പറഞ്ഞു. ഇതൊക്കെ ഇപ്പോൾ പറയാൻ കാരണം എന്താ? നിത്യ സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് എനിക്ക് ചേച്ചിയുടെ ഒരു ഹെൽപ്പ് വേണം. അവൾ പറഞ്ഞതും നിത്യ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അച്ഛനോട് ഇതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയായിരിക്കും. അതിന് നീ നിൻ്റെ മനസ്സിലുള്ള കാര്യം അയാളോട് പറഞ്ഞിട്ടില്ലല്ലോ? അതോ ഞങ്ങളറിയാതെ നിങ്ങൾ പരസ്പരം? അമ്മ നിനക്ക് സപ്പോർട്ടായതുകൊണ്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ. നിത്യ അവളെ നോക്കി പറഞ്ഞു. അമ്മയ്ക്ക് ദക്ഷേട്ടനെ ഇഷ്ടമാണ്. പക്ഷേ ഞാനിനി പറയാൻ പോകുന്ന കാര്യം അമ്മയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അവൾ പറഞ്ഞതും നിത്യ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാനിന്ന് ദക്ഷേട്ടനെ കണ്ടിരുന്നു. അതും പറഞ്ഞ് അവൾ ദക്ഷിണെ കണ്ട കാര്യവും അവനോട് ഇഷ്ടം പറഞ്ഞതും അവൻ്റെ മറുപടിയും ഒക്കെ അവളോട് പറഞ്ഞു. ഓ, അപ്പോൾ അവനും വേറൊരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ടല്ലേ? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിത്യ അവളെ നോക്കി പറഞ്ഞു. എനിക്ക് ദക്ഷേട്ടനെ വേണം.
അവൾ നിശ്ചയിച്ച ഉറപ്പോടുകൂടി നിത്യയോട് പറഞ്ഞു. അയാൾക്ക് വേറൊരു പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? നിത്യ അവളെ നോക്കി ചോദിച്ചു. മഹിയേട്ടൻ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ചേച്ചി മഹിയേട്ടനെ സ്നേഹിക്കുന്നില്ലേ? ഇപ്പോൾ പോലും ചേച്ചിയുടെ മനസ്സിൽ മഹിയേട്ടനില്ലേ? നിരഞ്ജന തിരികെ അവളോട് ചോദിച്ചതും നിത്യയ്ക്ക് മറുപടിയില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ചേച്ചി, ഞാനിപ്പോൾ ദക്ഷേട്ടൻ ആരെയാണ് സ്നേഹിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്ത് സംഭവിച്ചാലും ദക്ഷേട്ടനെ എനിക്ക് വേണം. നിരഞ്ജന ഉറപ്പോടുകൂടി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് വന്നത്. എന്ത് സംഭവിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ദക്ഷേട്ടൻ പ്രണയിക്കുന്ന പെൺകുട്ടി അതാരാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ദക്ഷേട്ടൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്നെയായിരിക്കണം. ചേച്ചിക്ക് അതിനെങ്ങനെ എന്നെ സഹായിക്കാൻ കഴിയും? അവൾ സംശയത്തോടെ നിത്യയോട് ചോദിച്ചു. അതിന് ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നത്? സത്യത്തിൽ എൻ്റെ കാര്യം തന്നെ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഞാൻ മഹിയേട്ടനെ കണ്ടിരുന്നു. മഹിയേട്ടനും അവളും തമ്മിലുള്ള വിവാഹമാണത്രേ അടുത്ത ആഴ്ച. ഞാനും അച്ഛനും പ്രദേശത്ത് പോലും വരരുതെന്ന് പരിഹസിച്ച് പറഞ്ഞിട്ടാണ് പോയത്. അവൾ ദേഷ്യത്തോടെ നിരഞ്ജനയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവരുടെ വിവാഹം കഴിഞ്ഞതല്ലേ? അത് കേട്ടതും നിരഞ്ജന സംശയത്തോട് ചോദിച്ചു. അത് മഹിയേട്ടൻ അവളെ വിവാഹം കഴിച്ചു എന്നല്ലേ ഉള്ളൂ. അവൾക്ക് മഹിയേട്ടനോട് ദേഷ്യമല്ലായിരുന്നോ? പക്ഷെ ഇപ്പോൾ മഹിയേട്ടൻ്റെ സംസാരവും മുഖത്തെ സന്തോഷമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അവർ തമ്മിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന്. അതുകൊണ്ടാണല്ലോ എല്ലാവരെയും വിളിച്ച് വിവാഹം നടത്താൻ അവർ തീരുമാനിച്ചത്. ആ ജിതേന്ദ്രൻ അവൻ ഇതൊന്നും അറിഞ്ഞില്ലെന്നാ എൻ്റെ സംശയം. നിത്യ സംശയത്തോടെ അവളോട് പറഞ്ഞു. ഇപ്പം മനസ്സിലായില്ലേ ചേച്ചിക്ക് എന്ത് ദേഷ്യമാണ് സ്വയം തോന്നുന്നതെന്ന്? ആ സന്ദർഭത്തിലൂടെ തന്നെയാണ് ചേച്ചി ഞാനും ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മൾ രണ്ടുപേരുടെ ലക്ഷ്യം ഇപ്പോൾ ഒന്നാണ്. ചേച്ചി വിചാരിച്ചാൽ ഇതിനൊരു റിസൾട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അച്ഛനോട് പറയുമ്പോൾ ചേച്ചി എൻ്റെ കാര്യം കൂടി പറയണം. അച്ഛൻ എന്തുകൊണ്ടാണ് ദക്ഷേട്ടനെ ഇഷ്ടമല്ലാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ചേച്ചി പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കും. ചേച്ചി എനിക്ക് വേണ്ടി ഇത് ചെയ്യണം. എനിക്ക് വേറെ ആരുടെയും സപ്പോർട്ട് ചോദിക്കാൻ പറ്റില്ല. അവൾ അപേക്ഷിക്കുന്നത് പോലെ നിത്യയോട് പറഞ്ഞു. ഞാനൊന്ന് ആലോചിക്കട്ടെ. അച്ഛൻ വന്നിട്ടില്ലല്ലോ അല്ലേ? നിത്യ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഇല്ല. നിരഞ്ജന അവളെ നോക്കി മറുപടി പറഞ്ഞു. ഓക്കെ, വരുമ്പോൾ എന്നെ വിളിക്കുക. അച്ഛനോട് ഞാനൊന്ന് സംസാരിക്കാം. അവൾ മറുപടി പറഞ്ഞതും നിരഞ്ജനയ്ക്ക് വലിയ സന്തോഷമായി. മഹിക്ക് എങ്ങനെയൊക്കെ കിടന്നിട്ടും ഉറക്കം വരുന്നില്ലായിരുന്നു. പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. പ്രതീക്ഷിച്ചതുപോലെ അവളാണെന്ന് കണ്ടതും മഹി പെട്ടെന്ന് ഫോൺ എടുത്തു. ആരു? അവൻ പ്രണയത്തോടെ വിളിച്ചു. ദേവേട്ടൻ ഉറങ്ങിയായിരുന്നോ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇല്ല ആരു, സത്യം പറയാലോ ഞാനിപ്പം നിന്നെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ മനഃപൂർവ്വം അങ്ങോട്ട് വിളിക്കാഞ്ഞതാണ്. കുറച്ച് ദിവസത്തിന് ശേഷമല്ലേ അച്ഛനെയും അമ്മയും ചേച്ചിയൊക്കെ കാണുന്നത്. അപ്പോൾ നീ അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യട്ടെ എന്ന് ഞാനും കരുതി, അവൻ അവളോട് പറഞ്ഞു. ഓ സാർ, അങ്ങനെയൊക്കെ ചിന്തിക്കുമോ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എൻ്റെ വീട്ടുകാരിൽ നിന്നും എന്നെ അകറ്റിയപ്പോൾ തമാശ രൂപേണ അവൾ പറഞ്ഞതും പെട്ടെന്ന് അവൻ്റെ മുഖം മാറി. ആരു, ഞാൻ എന്തുകൊണ്ടാണ് നിന്നോട് അങ്ങനെ പെരുമാറിയെന്ന് നിനക്ക് മനസ്സിലായ കാര്യമല്ലേ? അവൻ വിഷമത്തോടെ അവളോട് ചോദിച്ചു. ഞാൻ വെറുതെ പറഞ്ഞതാ ദേവേട്ടാ. അവന് വിഷമമായെന്ന് മനസ്സിലായതും അവൾ പെട്ടെന്ന് പറഞ്ഞു. അച്ഛനും അമ്മയൊക്കെ ഹാപ്പിയാണോ? വിഷയം മാറ്റാൻ എന്ന രീതിയിൽ അവൻ ചോദിച്ചു. അവരൊക്കെ ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ ജിത്തേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെയും തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെയും ഒക്കെ വിഷമവും ദേഷ്യമുണ്ട്. ജിത്തേട്ടനെ വിവാഹത്തിന് ക്ഷണിക്കേണ്ട എന്ന അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനം. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. നിനക്കും അവനെ വിളിക്കണ്ട എന്നാണോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഞാൻ എന്തു പറയാനാ ദേവേട്ടാ, എനിക്ക് രണ്ട് മനസ്സാണ്. ജിത്തേട്ടനെ വിളിക്കണമെന്നുമുണ്ട്, എന്നാൽ വേണ്ടാന്നുമുണ്ട്. ദേവേട്ടൻ്റെ തീരുമാനം എന്താ? അവൾ സംശയത്തോടെ അവനോട് തിരികെ ചോദിച്ചു. എന്നോട് ചോദിച്ചാൽ ഞാൻ വിളിക്കണമെന്ന് മാത്രമേ പറയുള്ളൂ. നിൻ്റെ ഒരു കാര്യം ഒഴിച്ചാൽ എനിക്ക് അവനോട് ഒരു ദേഷ്യമില്ല. അത് ഞാൻ ഒരിക്കലും അവനോട് ക്ഷമിക്കില്ല. പിന്നെ അവനിലും ഒരു ശരിയുണ്ടെന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക ഇപ്പോൾ അവൻ കാരണം തന്നെയാണ് നീ എന്നിലേക്ക് വന്നതും. അവൻ പറഞ്ഞതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നി. അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ? അവൻ അവളോട് പതിയെ ചോദിച്ചു. എന്താ ദേവേട്ടാ? അതിന് മറുപടിയായി അവളും ചോദിച്ചു. അത് ഞാൻ അങ്ങോട്ട് വന്നാലോ എന്നൊരാലോചന. അവൻ പതിയെ പ്രത്യേക ടോണിൽ അവളോട് പറഞ്ഞു. എന്നിട്ട്? അവൾ സംശയത്തോട് ചോദിച്ചു. എന്നിട്ട് നമുക്ക് സംസാരിച്ച് നേരം വെളുപ്പിക്കാം. അവൻ ചിരിച്ചു. എങ്കിൽ തൽക്കാലം സംസാരിച്ച് നേരം വെളുപ്പിക്കണ്ട. രാവിലെ ഓഫീസിൽ പോകാനുള്ളതല്ലേ, കിടന്നുറങ്ങാൻ നോക്ക്. അവൾ കപട ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരും, ഒരു 10 മിനിറ്റ്. അതും പറഞ്ഞ് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ ഫോൺ വച്ചിരുന്നു. ദേവേട്ടാ, വെച്ചോ? അവൾ സ്വയം പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു. കുറേ ബെല്ല് കേട്ടതിന് ശേഷം അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ആരു, ധൃതി വെക്കാതെ, ദേവേട്ടന് ഇപ്പോൾ വരാം. അവൻ മറുവശത്തു നിന്നും വീണ്ടും പറഞ്ഞു. അതല്ല ദേവേട്ടാ. അവൾ വീണ്ടും പറയാൻ തുടങ്ങിയതും കോള് വീണ്ടും കട്ടായിരുന്നു.
അവൾ ഇളിയിൽ കൈകുത്തിക്കൊണ്ട് സ്വയം പറഞ്ഞു. പിന്നെ റൂമിലുണ്ടായിരുന്ന ക്ലോക്കിലേക്ക് നോക്കി. 12:30. അവൾ പതിയെ മുറിയുടെ വാതിൽ തുറന്നു. ചുറ്റിനും ഇരുട്ടായിരുന്നു. പതിയെ ചേച്ചിയുടെ മുറിയുടെ വാതിലിനടുത്തേക്ക് കാതോർത്തു. അവിടെ ഫാനിൻ്റെ ശബ്ദം മാത്രം പുറത്തേക്ക് കേൾക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആവണി ഉറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവിടെ നിന്നും നേരെ പോയത് അച്ഛൻ്റെ അമ്മയുടെയും മുറിയുടെ അടുത്തേക്കായിരുന്നു. അവിടെയും അവരുടെ രണ്ടുപേരുടെയും സംസാരമൊന്നും കേൾക്കാഞ്ഞതും അവരും ഉറങ്ങിക്കാണുമെന്ന് അവൾക്ക് തോന്നി. അവൾ പതിയെ ഹാളിലെ കതക് തുറന്ന് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി നിന്നു. 10-20 മിനിറ്റ് കഴിഞ്ഞതും പതിയെ ശബ്ദമുണ്ടാക്കാതെ ഒരു ബൈക്ക് അങ്ങോട്ടേക്ക് വന്നു. അവൻ്റെ ബൈക്ക് വരുന്നത് കണ്ടതും അവൾ പേടിയോടെ ഓടി അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു.